ഇന്നൊരു പൊള്ളി ഐറ്റാട്ടോ. ഇത് മസ്റ്റ് ട്രൈ ആണേ. ഒരു തവണയെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഞാൻ അതിന് വേണ്ടി ഇവിടെ മീഡിയം സൈസുള്ള കൊഞ്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കഴുകി നന്നായിട്ട് വൃത്തിയാക്കിയെടുക്കാം. അതിനുശേഷം അതിനേക്കുള്ള അരപ്പ് നമുക്ക് റെഡിയാക്കിയെടുക്കാം കേട്ടോ. അതിനുവേണ്ടി മിക്സിയുടെ ജാറിൽ കുറച്ച് ചുവന്നുള്ളി, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചിയും, കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ആവശ്യത്തിന് ഉപ്പും, പകുതി ചെറുനാരങ്ങയും, കുറച്ച് വേപ്പില, ഇതിൻ്റെ മെയിനായിട്ട് കുറച്ച് പെരുംജീരകമാണ്. അതും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അത് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കണം കേട്ടോ. അതുകൂടി ഒഴിച്ച് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം, അരച്ചെടുക്കാം. അതിനുശേഷം അത് നമുക്ക് ഈ കൊഞ്ചിലേക്ക് നല്ലോണം തേച്ച് അങ്ങ് പിടിപ്പിക്കാം കേട്ടോ. തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ഇടിച്ച മുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൽ കുരുമുളകില്ല കേട്ടോ, ഇടിച്ച മുളകാണ് ഇതിൻ്റെ താരം. കുറച്ച് ഇടിച്ച മുളകും കൂടി ചേർത്ത് അതിൻ്റെ മുകളിൽ ചേർത്ത് പിടിപ്പിക്കാം. അതിനുശേഷം നമുക്ക് മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി തൂവിയിട്ട് 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്ത് വെക്കാം. അതിനുശേഷം ആ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ആ കൊഞ്ചിനെ അങ്ങ് കമത്തിയിട്ട് കൊടുക്കുക. നന്നായിട്ട് അമർത്തി കൊടുക്കണേ. ഉള്ളിലുള്ള ദശയിലേക്ക് മാംസമൊക്കെ വെന്ത് കിട്ടണം. അവയെല്ലാം നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നന്നായിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് അത് വെന്തിട്ടുണ്ടാവും. ഉള്ളിലൊക്കെ നല്ലോണം വെന്തത് നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. എല്ലാം മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് അതേ പാനിലേക്ക്, അതേ ഓയിലിലേക്ക് തന്നെ അതിനെ തേച്ച് പിടിപ്പിച്ച മസാല ബാക്കി വന്നതും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിട്ട് കൊടുത്ത് നന്നായിട്ട് അത് വഴഞ്ഞ് വരുമ്പോൾ നമുക്ക് ഒരു ചെറിയ തക്കാളി മിക്സിയിലിട്ട് അടിച്ചിട്ട് അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിൻ്റെ ആ നെയ്യൊക്കെ തെളിഞ്ഞിങ്ങനെ വരും, അതുവരെ അത് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്ക് ഒരു മൺചട്ടിയാട്ടോ ഏറ്റവും ബെസ്റ്റ്. അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് അതിൽ ഇതേപോലെ വെളിച്ചെണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു വാഴയില അതിൽ വെച്ച് കൊടുത്തിട്ട് അതിലും കുറച്ച് വെളിച്ചെണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് കറിവേപ്പില അതിൻ്റെ മുകളിൽ നിന്ന് തൂക്കിയിട്ടും നമ്മൾ നേരത്തെ വഴറ്റി വെച്ച മസാലയുടെ പകുതി എടുത്തിട്ട് താഴെ നന്നായിട്ട് നിരത്തി വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ താരത്തെ നമുക്ക് നിരത്തി വെച്ച് കൊടുക്കാം. പിന്നെ ബാക്കിയുള്ള മസാല അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് വേറൊരു വാഴയില വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് അത് ഒരു മൂടി വെച്ച് അടച്ച് വെക്കുക. ഒരു 5 മിനിറ്റ് അതങ്ങനെ ഇരുന്നിട്ടൊന്ന് ആവി കയറട്ടെ കേട്ടോ. എന്താ സ്മെല്ലെന്നറിയോ ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ. സ്മെല്ല് മാത്രമല്ല, അതിനപ്പുറമുള്ള ടേസ്റ്റുമായിരുന്നു കേട്ടോ. അതാ പൊരിച്ചപാട് തിന്നണമെങ്കിൽ അങ്ങനെ തിന്നാം. ഈ മസാല ഇട്ട് തിന്നുമ്പോൾ അത് വേറൊരു ടേസ്റ്റാണേ. നമ്മുടെ കൊഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അവിടെ വെളിച്ചെണ്ണയൊക്കെ കിടന്നിങ്ങനെ തുളുമ്പിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാണുമ്പോൾ തന്നെ മനുഷ്യൻ്റെ കൺട്രോൾ പോകണ അവസ്ഥ അത്രേ ഉള്ളൂ. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സപ്പോർട്ട് ചെയ്യണേ. ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. അടുത്ത റെസിപ്പിയായിട്ട് വീണ്ടും കാണാവേ.